അവക്ക് മൂഡ് സ്വിങ്സും ഇല്ല, പെയിനും ഇല്ല. അവൾ എന്ത് കൂളായിട്ട് നടക്കുന്നതെന്ന് നോക്കി. മൂഡ് സ്വിങ്സോ? ഈ ഒരു വാക്ക് പറഞ്ഞ് നിങ്ങൾ നമ്മളെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇങ്ങനെ സൂചിച്ച് നടന്നാ പോരായോ? അനുഭവിക്കുന്നവർക്കറിയാം അതിന്റെ പാട്. ഈ പീരീഡ്സ് ആകുക എന്ന് പറയുന്നത് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ് ലോകത്തുള്ള എല്ലാ ജീവികൾക്കും. മനുഷ്യന് ഒരു ദിവസം തന്നെ ദേഷ്യവും വിഷമവും സന്തോഷവും എല്ലാം മാറി 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 വരാനായിട്ടുള്ള ചാൻസ് ഇല്ലേ? മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ ക്ലാരിറ്റി ഇല്ല. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആ സമയത്ത് എന്തോ തോന്നുന്നത്? അത് പല സമയത്തും പല ഇതായിട്ടിരിക്കും. ചിലപ്പം ഭയങ്കരമായിട്ട് ദേഷ്യം വരും, പെട്ടെന്ന് ദേഷ്യം വരും, പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ട. ചിലപ്പം കരച്ചില് വരും, ചിലപ്പോ എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടുന്നു. മനുഷ്യനാണെന്നുണ്ടെങ്കിൽ 28 ദിവസം കൂടുമ്പോഴാണ് സൈക്കിൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ടൈമിൽ എന്തായിരിക്കും ആനിമൽസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് മനുഷ്യന്റെയും സബ് കോൺഷ്യസ് മൈൻഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നല്ലൊരു പാർട്ട്ണറിന്, നല്ലൊരു മേറ്റിന് വേണ്ടിയിട്ട് അവരറിയാതെ സ്വയം സെർച്ചിങ് ആയിട്ടുള്ള ഒരു മോഡ്, ആ സെർച്ചിങ് മോഡ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ആനിമൽസിന് ഇതിനകത്ത് നല്ല ക്ലാരിറ്റി ഉണ്ട്, ഒട്ടും കൺഫ്യൂസ്ഡ് അല്ല. പക്ഷെ മനുഷ്യന്റെ കാര്യം എങ്ങനെ അതിനകത്ത് വരുന്നത്? പണ്ടുള്ള ആൾക്കാർ പറയാന്നുണ്ടെങ്കിൽ വെളിയിലോട്ടൊന്നും പോവരുത്, അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്നോണം, ഇവിടെ തൊടരുത്, അവിടെ തൊടരുത്, ബ്ലാ 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 ബ്ലാ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ നല്ലൊരു മേറ്റിനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട്? ഇല്ല. അതല്ല പറഞ്ഞേക്കുന്നത്, അതിന്റെ ഓപ്പോസിറ്റാ പറഞ്ഞേക്കുന്നത്. ഇനി ആമ്പിള്ളേരുടെ അടുത്തൊക്കെ പോകുന്നത് സൂക്ഷിച്ചു വേണം, ശരിയല്ലേ? എങ്ങനല്ലേ പറഞ്ഞേക്കുന്നത്? അതായത് അതിന് എന്താണോ ആ സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അറിയാതെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആണ് നമുക്ക് കിട്ടിയേക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ മൈൻഡില് അല്ലെങ്കിൽ ബോഡിയിൽ എന്തൊക്കെയാണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. ഈ ഒരു ഇമോഷൻസിനെ സപ്രസ് ചെയ്തേക്കുവാണ്. സപ്രസ് ചെയ്യുമ്പോൾ 2 പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മൾ ഇതിനെ അടക്കി വെക്കാൻ നോക്കുന്നതിന്റെ പ്രഷർ ഉണ്ടാവും. രണ്ടാമത് കുറ്റബോധവും നാണക്കേടും ഉണ്ടാവും. ഷെയിമും ഗിൽറ്റും സപ്രഷനും, അങ്ങനെ 3 കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴത്തേന് നമ്മുടെ മൈൻഡ് ഭയങ്കര ഇറിറ്റേറ്റ് ആവും, കൺഫ്യൂസ്ഡ് ആവും. കൺഫ്യൂസ്ഡ് ആകുന്നത് കൊണ്ടിട്ടാണ് നമുക്ക് കൂടുതലായിട്ട് ആനിമൽസിനെക്കാട്ടിലും മൂഡ് സ്വിങ്സ് ഒരു ദിവസം തന്നെ മാറി മാറി വരുന്നതെന്ന് പറയുന്നത്. അത് കാരണവും നമുക്ക് ഈ പെയിനും ഒക്കെ കൂടി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ആ ഒരു 14 ദിവസം മുതൽ മേറ്റിനെ സെർച്ച് ചെയ്യാൻ പോകുക എന്നുള്ളതല്ല അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സെർച്ചിങ് മോഡ് തെറ്റാണെന്നുള്ള ഒരു ചിന്ത മനസ്സിൽ നിന്ന് കളയുകയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെ നമ്മൾ കിട്ടിയിട്ടില്ല, ഞാൻ വീണ്ടും സെർച്ചിങ് മോഡിൽ തന്നെ ആണ് എന്ന് സ്വയം അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കൺഫ്യൂഷൻസ് പകുതി അവിടെ മാറും. എന്നാൽ പോലും മൂഡ് സ്വിങ്സ് കംപ്ലീറ്റ് ആയിട്ട് മാറുമെന്നല്ല പറയുന്നത്. കംപ്ലീറ്റ് ആയിട്ട് മാറാത്തതിന്റെ കാരണം ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് നടക്കുന്നുണ്ട് ഈ സമയത്തല്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം കല്യാണം കഴിഞ്ഞവർക്കും ഈ മൂഡ് സ്വിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അവർക്കൊന്നും സപ്രസ് ചെയ്യേണ്ട കാര്യമില്ല, അവരുടെ പാർട്ട്ണർ ഉണ്ടല്ലോ കൂടെ. അപ്പൊ അവരുടെ മൂഡ് സ്വിങ്സ് അവർക്ക് സപ്രസ് ചെയ്യേണ്ട കാരണം ഇല്ലെന്നാരാ പറഞ്ഞത്? എല്ലാവരും ഡയറക്റ്റ് എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്ത് പറയാറുണ്ടോ? അത്രയ്ക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നവർ ഒരു 10% പോലും നമ്മുടെ സൊസൈറ്റിയിൽ കാണത്തില്ല. എന്നാൽ പോലും പെയിൻ ഉണ്ടാകത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ മൂഡ് സ്വിങ്സ് ഉണ്ടാകത്തില്ല എന്നല്ല പറയുന്നത്. അതിന് ഹോർമോണൽ റീസൺസ് ഒക്കെ ഉണ്ട്. ഞാൻ ഇതിന്റെ ഒരു കാരണം മാത്രം ഇപ്പൊ ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആനിമൽസിന് ക്ലാരിറ്റി ഉണ്ട് അവരുടെ ഫീലിങ്സിനെ കുറിച്ച്, അവരത് പറയും, പറയാതെ വെക്കത്തില്ല. പക്ഷെ മനുഷ്യരെന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് തന്നെ പഠിച്ചു കിടക്കുന്നത് തെറ്റാണ് എന്നുള്ള രീതിയിലല്ലേ. അപ്പൊ അത് ഈ പാർട്ട്ണറിനോട്, ഹസ്ബൻഡ് അടുത്തുണ്ട്, ഹസ്ബൻഡ് അടുത്ത് പോലും ചെന്ന് പറയണമെന്നില്ല. പറയാത്തവരെന്ത് ചെയ്യുകയാണ്, ആ സമയത്ത് ഒന്നുകിൽ തോന്നുന്നു, ഫീലിങ്സ് തോന്നുന്നു, റിയലൈസ് ചെയ്യുന്നു, അതിനെ സപ്രസ് ചെയ്യുന്നു. ചിലരാണെന്നുണ്ടെങ്കിൽ ഈ ഫീലിങ്സ് അറിയുന്നില്ല, ഇവർ സെർച്ചിങ് മോഡിലാണെന്നുള്ളത് ഇവർ അറിയുന്നത് പോലും ഇല്ല. കാരണം എന്താണ്, വളരെ കാലാകാലങ്ങളായിട്ട് ഇതിനെ ഹൈഡ് ചെയ്ത് വെച്ചേക്കുവാണ്. മനസ്സിലായല്ലേ? അപ്പൊ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് മനസ്സിലാവുന്നില്ല എന്താണ് തോന്നുന്നതെന്നുള്ളത്. കൺഫ്യൂസ്ഡ് ആയി കഴിയുമ്പോഴത്തേന് ആങ്സൈറ്റി കൂടിക്കൂടി വരും. ആങ്സൈറ്റി കൂടിക്കഴിഞ്ഞാലാണ് മൂഡ് സ്വിങ്സ് 2 or 3 ഒക്കെ ആകാനായിട്ടുള്ള ചാൻസ് എന്ന് പറയുന്നത്. അല്ലാതെ മൂഡ് സ്വിങ്സ് ഉണ്ടാകാം, പക്ഷെ വളരെ കുറവായിരിക്കും. മാരീഡ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും സ്വന്തമായിട്ട് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ട്, അങ്ങനെ തോന്നുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർട്ട്ണറുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പകുതി ആ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് സോൾവ് ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, ഇത് ഓക്കെ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ എന്നുള്ളതല്ല, ഇതാണ് വേണ്ടത്. ആ സമയത്ത് ഇവിടെ ഗിൽറ്റോ ഷെയ്മോ ഉണ്ടാകരുത്. ഗിൽറ്റും ഷെയ്മോ ഉണ്ടാകുന്നത് നമ്മൾ തിരിച്ചറിയുന്നില്ല, അത് സബ് കോൺഷ്യസ് മൈൻഡ് ആണ് അതിനെ ജഡ്ജ് ചെയ്ത് വെക്കുന്നതെന്ന് പറയും. നമ്മൾ കുട്ടിക്കാലത്ത് അങ്ങനെ പഠിച്ചത് കൊണ്ടിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ സമയത്ത് മാറ്റാനായിട്ട് പറ്റുന്നത് ഈ ഗിൽറ്റും ഷെയ്മും നിങ്ങൾക്ക് ഇപ്പൊ മാറ്റാമല്ലോ. ഇതൊരു തെറ്റല്ല, നാണക്കേടുണ്ടാകേണ്ട കാര്യമല്ല എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും. നമുക്ക് ആ സമയത്തുള്ളതെന്ന് പറയുന്നത് സെക്ഷുവൽ എനർജിയാണ് കൂടുതലുള്ളത്. ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സെക്ഷുവൽ എനർജി എന്ന് പറയുന്നത്. അതിനകത്ത് റീപ്രൊഡക്ഷൻ, കുട്ടിയുടെ കാര്യവും ഉണ്ട്. മനുഷ്യർക്കാണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്ത് കാര്യവും ചെയ്യാൻ പറ്റിയ ഒരു ടൈമാണ്. അപ്പൊ നമുക്കത് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ ഈ സമയം എന്ന് പറയുന്നത്, ഒരു കഥ എഴുതുന്ന ആളോ അല്ലെങ്കിൽ ഒരു കവിത എഴുതുന്ന ആളോ ഒരു സാധനം എന്തെങ്കിലും ഉണ്ടാക്കുന്ന ആളോ അവർക്കൊക്കെ കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ്.
അപ്പൊ ആ സമയത്ത് നമ്മൾ ഒളിച്ചോ മറിഞ്ഞോ ഒന്നുമല്ല ഇരിക്കുന്നുണ്ടെന്ന് പറയുന്നത്. കൂടുതലായിട്ട് ക്രിയേറ്റീവ് ആകാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ആ ഒരു സപ്രസ് ചെയ്യുന്ന കാര്യം അങ്ങ് മാറും, നമ്മുടെ ഗിൽറ്റ് ഫീൽ മാറും, നമ്മുടെ നാണക്കേട് ഷെയിമൊക്കെ മാറും. ഇങ്ങനെ തോന്നുന്നു, നമ്മളതൊന്നും അറിയുന്നില്ല കേട്ടോ, കോൺഷ്യസ് ആയിട്ടല്ല ഇതൊക്കെ ചിന്തിക്കുന്നത്, നമ്മൾ അറിയാതെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സുകളാണ്. അതുകൊണ്ടിട്ടാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പെയിൻ എന്ന് പറയുന്ന ഒരു 50% കുറയ്ക്കാനായിട്ട് പറ്റും. കാരണം എത്രത്തോളം സപ്രസ്ഡ് ഇമോഷൻസ് ഉണ്ടോ, എത്രത്തോളം ഗിൽറ്റ് ഫീൽ ഉണ്ടോ, അത്രത്തോളം ആങ്സൈറ്റി കൂടാനും പെയിൻ കൂടാനും ആയിട്ടുള്ള ചാൻസ് ഉണ്ട്.